നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി വാ തുറക്കാൻ പാടില്ല. ഇനി വാ തുറന്നാൽ അതിന് കൃത്യമായ ഒരു മറുപടി കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഇറാന്റെ പുതിയ നിലപാട്. അതായത് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി ഇറാനെതിരായിട്ടുള്ള ആക്രമണം ആനുപാതികം മാത്രമായിരിക്കും എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചു കൊടുക്കും, കിട്ടിയാലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അങ്ങനെ പറഞ്ഞ് തൽക്കാലം യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോയ ട്രംപ് ഇപ്പോൾ പറയുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങളുമായി ഒരു കരാറിൽ എത്തുക, ഇല്ലെങ്കിൽ തിരിച്ചടി ശക്തമായിരിക്കും, ഇറാനെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ട്രംപ് ഇങ്ങനെ ഈ ഡയലോഗ് അടിക്കുന്നതിന് വേണ്ടി വാ തുറന്നാൽ ഇനി ഞങ്ങൾ അതിന് മറുപടി പറയില്ല, ഞങ്ങൾ മറ്റു ചില പണികളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് ട്രംപിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഡയലോഗ് അടിച്ച് ട്രംപ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇറാൻ കുവൈത്തിലും അതുപോലെ തന്നെ ഇറാഖിലും വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കുവൈത്തിൽ നടത്തിയ നീക്കത്തിന് ഫലം കാണാനും ഇറാന് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കുവൈത്തിൽ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ഒരു ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇവിടെ അമേരിക്ക പരാജയപ്പെട്ടു. വലിയ നഷ്ടങ്ങൾ ഈ അവസാന സമയത്ത് പോലും അമേരിക്കക്കുണ്ടായി. അമേരിക്ക വെറുതെ ഡയലോഗ് അടിച്ചു നിൽക്കുന്ന സമയത്താണ് ഇറാൻ കാര്യം കൊണ്ട് നോക്കിയത്. അതുപോലെ തന്നെ കുർദുകളെ വെച്ച് ഒരു കരയാക്രമണത്തിന് വേണ്ടിയുള്ള ഒരു നീക്കം ട്രംപ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. എന്തായാലും ഇറാഖിലെ കുർദ് മേഖലകളിൽ ഇപ്പോൾ ഇറാൻ ഒരു കരയുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക വെറുതെ ഡയലോഗ് അടിച്ച് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ഇറാൻ കാര്യം കൊണ്ട് നോക്കുകയാണ്. ഡയലോഗിൽ ഒരു കാര്യവുമില്ല എന്ന് ട്രംപിന് അല്ലെങ്കിൽ ലോകത്തിന് ഇറാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അമേരിക്കയുടെ നാവിക ഉപരോധത്തെ ഇനിയും നോക്കി നിൽക്കില്ല എന്നത് ഇറാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും അമേരിക്കയുടെ നാവിക ദൗത്യങ്ങൾക്ക് നേരെ, അവരുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ കപ്പൽ വേദ മിസൈലുകൾ വിന്യസിക്കുന്നതിന് വേണ്ട ഒരു നീക്കവും ഇപ്പോൾ ടെഹ്റാൻ നടത്തിയിരിക്കുന്നു. അതായത് ഇഷ്ടം പോലെ മിസൈലുകൾ, ഇഷ്ടം പോലെ ഡ്രോണുകൾ, ദിവസവും പുതിയ പുതിയ മിസൈലുകൾ പരീക്ഷിച്ച് അത് വിജയിപ്പിക്കുകയാണ്, വിജയത്തിലെത്തുകയാണ് ഓരോ പരീക്ഷണങ്ങളും. ഒരു ഭാഗത്ത് ശത്രു ആയുധങ്ങളില്ലാതെ കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുകയാണ്. ആയുധങ്ങളില്ലാതെ ഭയപ്പെട്ട് പതറി യുദ്ധത്തിൽ നിന്നും മാറി പുറകോട്ട് പോയി നിൽക്കുന്ന സമയത്താണ് പുതിയ ആയുധങ്ങൾ പരീക്ഷിച്ച് വിജയിക്കുന്നു. ഈ പരീക്ഷിച്ച ആയുധങ്ങളുടെയൊക്കെ പ്രഹരശേഷി എന്താണ് എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെയൊക്കെ ഹോർമൂസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പണി അമേരിക്ക ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത്. അത്ര ശക്തമായ അടി അമേരിക്ക ചോദിച്ചു വാങ്ങുകയാണ്. ആയുധങ്ങളില്ല, ധൈര്യപൂർവ്വം യുദ്ധത്തിന് ഇറങ്ങാൻ അമേരിക്കക്ക് ധൈര്യമില്ല. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് നിങ്ങളുടെ രാജ്യത്തേക്ക് പോവുക, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് അവർ പറയാതെ പറയുന്നുണ്ട്. രഹസ്യമായി ട്രംപിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ വാർത്തയാകുന്നില്ല. അതേസമയം പറഞ്ഞില്ലെങ്കിലും ട്രംപ് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നു, റഷ്യയുമായി ചർച്ച നടത്തുന്നു, പാകിസ്ഥാൻ വഴി ചൈനയുമായി ചർച്ച നടത്തുന്നു. അത്തരത്തിലുള്ള പല നീക്കങ്ങളും, അതുപോലെ തന്നെ പ്രതിരോധ സഹകരണ കരാറുകളിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അമേരിക്ക വീണ്ടും പണി ചോദിച്ചു വാങ്ങുന്നത്. എന്തായാലും ഇവിടെ ഇറാൻ ഇനി ഡയലോഗിന് മറുപടി പറയില്ല, മറുപടി പ്രവൃത്തിയിലൂടെ ആയിരിക്കും എന്ന് അമേരിക്കയെയും അതുപോലെ തന്നെ ലോകത്തെയും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പരിശോധിക്കുമ്പോൾ, ഇറാൻ അമേരിക്ക യുദ്ധം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് ഇറാന്റെ ഈ ഒരു മുന്നേറ്റം തന്നെയാണ്. ഈ ഒരു മുന്നേറ്റമാണ് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രമുഖരൊക്കെ നിരീക്ഷിക്കുന്നത് ഇറാൻ ഒരുപാട് മുന്നേറി കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അമേരിക്ക അകപ്പെട്ട പ്രതിസന്ധിയെ കുറിച്ച് തന്നെയാണ്. അതായത് ആയുധങ്ങളില്ലാതെ ആയുധക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുവിനെ ഇങ്ങനെ ഭയപ്പെടുത്തും വിധത്തിലുള്ള ഒരു സൈനിക വിന്യാസം, കരയുദ്ധമാണെങ്കിൽ കരയുദ്ധം എന്ന രീതിയിലുള്ള ഒരു നീക്കം, അതുപോലെ തന്നെ ഈ നാവിക ഉപരോധങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള കപ്പൽ വേദ മിസൈലുകളുടെ വിന്യാസം, ഇതൊക്കെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു തന്ത്രം, പാരമ്പര്യം
അതിവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം.